VK സുരേഷ് ബാബു കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലുമായി 10,000-ത്തിലേറെ വേദികളിൽ കാര്യമാത്ര പ്രസക്തിയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച പ്രഭാഷകന്മാരിൽ ഒരാൾ. വാക്കുകൾ പറയാൻ മാത്രമല്ലെന്നും അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണെന്നും കാണിച്ചു തരികയാണ് ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഈ CPI നേതാവ്. വായനയുടെ പ്രസക്തിയും അക്ഷരങ്ങളുടെ ശക്തിയെയും കുറിച്ച് തന്റെ പ്രഭാഷണങ്ങളിൽ എപ്പോഴും സംസാരിക്കാറുള്ള VK സുരേഷ് ബാബു ഇന്ത്യക്കാർക്ക് ഏറെ വൈകാരിക ബന്ധമുള്ള സബർമതി എന്ന് പേരിട്ടിട്ടുള്ള തന്റെ വീട്ടിലൊരുക്കിയ ഗ്രന്ഥാലയം നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. വീട്ടിൽ ആരുമില്ലെങ്കിൽ തന്നെ ആരുടെയും അനുവാദം വാങ്ങാതെ പുസ്തകങ്ങൾ സൗജന്യമായി എടുത്ത് വായിച്ചു കൊണ്ടുവെക്കാനുള്ള രീതിയിലാണ് സുരേഷ് ബാബു ഈ ഗ്രന്ഥാലയം സ്ഥാപിച്ചിട്ടുള്ളത്. അക്ഷരങ്ങളുടെ വഴിയെ തന്നെ നടത്തിയ അച്ഛന്റെയും മുത്തച്ഛന്റെയും പേരുകൾ ചേർത്താണ് നാരായണ ഗ്രന്ഥാലയം സ്ഥാപിച്ചിട്ടുള്ളത്. ചിറ്റാരിപ്പറമ്പ് ചെള്ളത്തുവയലിലെ ഈ ഗ്രന്ഥാലയത്തിൽ 3000-ഓളം പുസ്തകങ്ങളുണ്ട്. മാതൃഭൂമി ചീഫ് സബ് എഡിറ്ററും യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറിയുമായ OK മുരളീകൃഷ്ണൻ ഗ്രന്ഥാലയം നാട്ടിന് സമർപ്പിച്ചു. അല്ലെങ്കിൽ ഒരു ഭാവനാ സമ്പന്നത സുരേഷ് ബാബു ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് സ്വന്തം വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കണമെന്നും, നമ്മളെല്ലാവരെയും വീട്ടിൽ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറി എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്നും സുരേഷ് ബാബു തീരുമാനിച്ചത്. ആ ഒരു വേറിട്ട കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്, നിങ്ങൾക്ക് ഒരു വസ്തു മറ്റുള്ളവർക്ക് ഉപാധിരഹിതമായി കൊടുക്കണമെങ്കിൽ അതിനൊരു വിശാല ഹൃദയത്വം ആവശ്യമാണ്. അത് പണമാകട്ടെ, അല്ലെങ്കിൽ മറ്റ് വസ്തുവകളാകട്ടെ, സൗഹൃദമാകട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മളത് ഉപാധിരഹിതമായി നമ്മളത് മറ്റൊരാൾക്ക് നൽകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നൽകുന്നയാൾക്ക് ഒരു വിശാലമായ ഹൃദയമുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യവും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റൊന്ന്, ഇതൊരു ലൈബ്രറിയാണ്, വായനശാലയാണ്. വായനശാലയുടെ ഒരുപാട് ഇനി വരാൻ പോവുകയാണ്. നമ്മുടെ PN പണിക്കരുടെ, പുതുവായിൽ നാരായണ പണിക്കർ എന്ന് പറയുന്ന PN പണിക്കരുടെ ജന്മദിനം വായനാ ദിനമായി ആചരിക്കാൻ പോവുകയാണ്. കേരളത്തിൽ ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിൽ തന്നെ എനിക്ക് തോന്നുന്നത്, രമേശ് ചേട്ടനൊക്കെ കൃത്യമായിട്ട് അറിയാം, 10,000-ത്തിലേറെ ലൈബ്രറികളുണ്ട്. നമ്മൾ പൊതുവെ സാധാരണഗതിയിൽ പറയുന്ന ഒരു വാചകമാണ്, പുസ്തകമില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. നമ്മൾ ആത്മാവ് എന്നതിനെ മനുഷ്യന്റെ ആന്തരിക സത്ത, ബുദ്ധി, അവന്റെ മറ്റു തരത്തിലുള്ള ചിന്താശേഷി എന്നിവയുടെ ഒരു സങ്കലനമായി മാത്രം കണ്ടാൽ മതി. ഡോക്ടർ കുമാരൻ വയലേരി അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലൈബ്രറി സാന്ദ്രത ഉള്ള, എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി ഉള്ള ഒരു പ്രദേശം, ഒരു നാട് നമ്മുടെ കേരളം തന്നെയായിരിക്കും. എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ ഉണ്ടായിരിക്കുന്നു. വാർഡുകളിൽ എന്ന് മാത്രമല്ല, ചില ഇടങ്ങളിൽ 100 മീറ്ററിനുള്ളിൽ തന്നെ പലയിടത്തും. ഇപ്പോൾ ചിറ്റാരിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ചിറ്റാരിപ്പറമ്പ് ടൗണിൽ ഒരു ലൈബ്രറി ഉണ്ട്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവിന കാരായി, തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NV രമേശൻ, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ P സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സിജ രാജീവൻ, KC അജിത് കുമാർ, C ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ജയരാജൻ മുടപ്പത്തൂർ, ഡോക്ടർ കുമാരൻ വയലേരി, നന്ദാത്മജൻ കൊതേരി, ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ KV ധർമ്മരാജൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പുസ്തകങ്ങൾ സംഭാവനയായി നൽകി. ചടങ്ങിൽ വെച്ച് മലയാളം ഓപ്പൺ ലൈബ്രറി പ്രവർത്തകർ VK സുരേഷ് ബാബുവിന് ഉപഹാരം നൽകി ആദരിച്ചു. അനേകം വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ആ ഗ്രന്ഥാലയങ്ങളെല്ലാം പലപ്പോഴും അവരുടെ കാലത്ത് അവർ മാത്രം ഉപയോഗിക്കുകയും
അവരുടെ കാലശേഷം ആർക്കും ഉപകരിക്കപ്പെടാത്ത വിധത്തിൽ അനാഘ്രാത കുസുമങ്ങളായിട്ട് പുസ്തകങ്ങൾ കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അത് മാറ്റിയെടുക്കാനുള്ള ഒരു എളിയ തുടക്കമാണിത്. ഈ തുടക്കത്തിന് കാരണമായത് പ്രഗത്ഭരായ കേരളത്തിലെ 2 സാംസ്കാരിക നായകന്മാർ അവരുടെ വീഡിയോകൾ, അവരുടെ പ്രസംഗങ്ങൾ, ഇന്റർവ്യൂകളെല്ലാം അവരുടെ ഗ്രന്ഥാലയത്തിന്റെ, വലിയ ഗ്രന്ഥാലയത്തിന്റെ മുന്നിൽ, വീട്ടിലിരിക്കുന്ന അലമാരകളുടെ മുന്നിൽ ഇരുന്നിട്ടാണ് അവരുടെ അഭിമുഖങ്ങളെല്ലാം പലത് കണ്ടത്. സമഗ്ര ന്യൂസ്, കുത്തുപറമ്പ.